ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, നവംബർ 23 ക്രിസ്തു രാജന്റെ തിരുനാളാണ്. 1925 11 പിയൂസ് പാപ്പ ഒക്ടോബർ അവസാന ഞായർ തിരുനാൾ ദിനമായി ആചരിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ 1969 പരിഷ്കരിച്ച കലണ്ടർ പ്രകാരം നവംബർ അവസാന ഞായർ 20-നും 26-നും ഇടയ്ക്ക് വരുന്ന ഞായർ തിരുനാൾ ദിനമായി പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, യഹൂദരുടെ രാജാവാണെന്ന് കുരിശിനു മുകളിൽ പീലാത്തോസ് ശീർഷകം എഴുതിവെച്ചു. യേശു രാജാവാണ്, ഭൂമിയുടെ മുഴുവൻ രാജാവാണ്, സ്വർഗത്തിന്റെ രാജാവാണ്. യേശു യുഗങ്ങളുടെ രാജാവാണ്, കഴുതപ്പുറത്ത് വന്ന സമാധാന രാജാവാണ്. ഈ രാജകീയ അധികാരം ഐഹികമല്ല എന്ന് യേശു പീലാത്തോസിനോട് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശിഷ്യർക്ക് ഈ അധികാരം ഈശോ കൈമാറി. തിന്മയുടെ മേൽ, പ്രപഞ്ച ശക്തികളുടെ മേൽ പാപങ്ങൾ ബന്ധിക്കാനും അഴിക്കാനുമുള്ള അധികാരം, രോഗികളെ സുഖപ്പെടുത്താൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, അതെ, അധികാര കൈമാറ്റം യേശു തന്റെ ജീവിത അന്ത്യത്തിൽ ശിഷ്യർക്ക് പകർന്നു കൊടുത്തു. നമ്മോടും ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. വചന പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും ദൈവമനുഷ്യ ബന്ധത്തിലൂടെയും കൃപകൾ നിറയ്ക്കാൻ ഈശോ, ഈ രാജാവ്, ഈ ദിനത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കും ഒന്ന് ശ്രമിച്ചുകൂടെ? നിങ്ങൾക്കും എനിക്കും കൃപകൾ നിറയണ്ടേ? ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പാം. ആ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നമുക്കും ഒന്ന് കയറിപ്പറ്റാം. സ്നേഹത്തിന്റെ ആ രാജാവിന്റെ കൂടെ നമുക്കും ധീരതയോടെ മുന്നേറാം ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി. ആമേൻ.